Hi students. So നമുക്കിന്ന് നമ്മുടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ ലാസ്റ്റ് ക്ലാസ് ഇവിടെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ADC ആൻഡ് ടൈപ്സ് ഓഫ് ADCs. So we have discussed about DACs. അല്ലേ? What was DACs? DAC പറഞ്ഞാൽ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടേഴ്സ് ആയിരുന്നു. അപ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഡിവൈസസ്, ദാറ്റ് മീൻസ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണിത് അനലോഗ് ADC ഓർ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടേഴ്സ്. So what is meant by analog to digital converter? അപ്പോൾ ഇലക്ട്രോണിക്സ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ADC പറയും, അല്ലെങ്കിൽ A bar D or A to D converter എന്ന് പറയും. Is a system that converts an analog signal such as a sound picked up by microphone or light entering a digital camera into digital signal. അതായത് അനലോഗ് നേച്ചറിലുള്ള സിഗ്നൽസ്, സൗണ്ട് സിഗ്നൽ, ലൈറ്റ് സിഗ്നൽസ്, ഇതുപോലെയുള്ള ഇതിനെയൊക്കെ കറസ്പോണ്ടിങ് ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ് ഇത് ADCs. ADCs follow a sequence when converting analog signals to digital. They first sample the signal, then quantify it to determine the resolution of the signal, and finally set binary values and send it to the system to read the digital signal. അപ്പോൾ ഒരു അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് സാമ്പിളിംഗ് ആണ്. നിങ്ങൾക്ക് അതിന്റെ ആ ഒരു പ്രോസസ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പഠിക്കേണ്ട, ഇവിടെ ടൈപ്സ് ഓഫ് ADCസേ പഠിക്കുന്നുള്ളൂ. അപ്പം ഒരു അനലോഗ് സിഗ്നലിനെ സാമ്പിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഇന്റർവെല്ലിലുള്ള അതിന്റെ വാല്യൂസിനെ പിക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അതിനുശേഷം അതിനെ ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്യും. അതിനുശേഷം ബൈനറി കോഡ്സ് അസൈൻ ചെയ്യും ഓരോ വാല്യൂസിന്. അപ്പൊ അങ്ങനെ ആണ് ഒരു അനലോഗ് സിഗ്നൽ നമ്മൾ ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പൊ 2 ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് ഓഫ് ADC എന്ന് പറയുന്നത് അതിന്റെ സാമ്പിളിംഗ് റേറ്റും റെസൊല്യൂഷൻ ആണ്. എത്ര സ്പീഡിലാണ് നമ്മൾ ഓരോ പെർട്ടിക്കുലർ ഇന്റർവെല്ലിലുള്ള വാല്യൂസിനെ പിക്ക് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, സാമ്പിളിംഗ് റേറ്റ് എന്ന് പറയുന്നത്. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എന്താണ് മൈന്യൂട്ട് ചേഞ്ചസിനെ കൂടി നമ്മൾ എങ്ങനെയാ അതിനെ കൺസിഡർ ചെയ്യുന്നുള്ള ഒരു പ്രോപ്പർട്ടിയാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് ADCs ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് 3 ടൈപ്പ് ADCs ആണ്. അതായത് കൗണ്ടർ ടൈപ്പ് ADC, സക്സസീവ് അപ്രോക്സിമേഷൻ ടൈപ്പ് ADC ആൻഡ് ഫ്ലാഷ് ADC. ഫസ്റ്റ് വൺ ഈസ് കൗണ്ടർ ടൈപ്പ് ADC. അപ്പോൾ കൗണ്ടർ ടൈപ്പ് ADC എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊഡ്യൂസ് എ ഡിജിറ്റൽ ഔട്ട്പുട്ട് വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു അനലോഗ് ഇൻപുട്ട് ബൈ യൂസിങ് കൗണ്ടർ ഓപ്പറേഷൻ ഇന്റേണലി. ഒരു കൗണ്ടർ ഓപ്പറേഷനെ ബേസ് ചെയ്തിട്ട് അനലോഗ് സിഗ്നലിനെ ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണ് ഇത് കൗണ്ടർ ടൈപ്പ് ADC. It mainly consists of clock signal generator, counter, DAC, comparator, etc. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ മെയിൻ ആയിട്ട് വരുന്നത് ഇത്രയും ബ്ലോക്സ് ആണ്. അതിലൊരു ക്ലോക്ക് സിഗ്നൽ ആവശ്യമുണ്ട്, കൗണ്ടർ ആവശ്യമുണ്ട്, ഒരു ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ഇവിടെ ആവശ്യമുണ്ട്, അതുപോലെ തന്നെ ഒരു കമ്പാരറ്റർ സർക്യൂട്ട് ആവശ്യമുണ്ട്. ഇതിൽ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന സർക്യൂട്ട്സ്, അതിൽ കമ്പാരറ്റർ മാത്രമേ നിങ്ങൾക്ക് പുതുതായിട്ട് വരുന്ന ഒരു വേർഡ് വരുന്നുള്ളൂ. കമ്പാരറ്റർ നമ്മൾ ഡിജിറ്റലിലെ കമ്പാരറ്റർ അല്ല, ഇവിടെ ഓപ്പാം കമ്പാരറ്റർ, അതായത് ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് പറയുന്ന ഒരു IC യൂസ് ചെയ്തിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ് ഇവിടെ നടത്തുന്നത്. The output of the counter is applied as an input to DAC. കൗണ്ടറിന്റെ ഔട്ട്പുട്ടിനെ നമ്മൾ DACയിലേക്ക് കണക്ട് ചെയ്യും. Then output voltage of the DAC is VD. ഡിജിറ്റൽ വോൾട്ടേജിനെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നലുമായിട്ട് കമ്പയർ ചെയ്യും. അങ്ങനെയാണ് ഇതിന്റെ ഓപ്പറേഷൻ നടക്കുന്നത്. സോ നമുക്ക് ഇതിന്റെ ബ്ലോക്ക് ഡയഗ്രാം നോക്കാം. ദിസ് ഈസ് എ ബ്ലോക്ക് സ്കീമാറ്റിക് ഓഫ് കൗണ്ടർ ടൈപ്പ് ADC. അപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞു മെയിൻ ആയിട്ട് ഇവിടെ ഒരു ബൈനറി കൗണ്ടർ ആവശ്യമുണ്ട്. ഈ കൗണ്ടറിന്റെ ഔട്ട്പുട്ട് നമ്മൾ എങ്ങോട്ടേക്ക് കണക്ട് ചെയ്യും? കൗണ്ടറിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഡിജിറ്റൽ ആയിരിക്കും അല്ലെ, കൗണ്ടറിന്റെ ഔട്ട്പുട്ട്. ആ ഡിജിറ്റലിനെ നമ്മൾ DACയിലേക്ക് കൊടുക്കും. ഡിജിറ്റലിന്റെ ഔട്ട്പുട്ടിന് എന്തായിരിക്കും, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അനലോഗിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു DAC യൂസ് ചെയ്യും. ഈ കിട്ടുന്ന അനലോഗ് സിഗ്നലിനെ നമ്മൾ കൊടുക്കുന്ന അനലോഗ് ഇൻപുട്ടുമായിട്ട് കമ്പയർ ചെയ്യും. നമ്മുടെ ഇതിന്റെ പേർപ്പസ് എന്താണ്, നമ്മൾ ഒരു അനലോഗ് വോൾട്ടേജ് കൊടുത്തു, ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഡിജിറ്റൽ സിഗ്നലിനെയാണ് ഇവിടെ ജനറേറ്റ് ചെയ്യേണ്ടത്. സോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന അനലോഗ് സിഗ്നലിന് ഇവിടുന്ന് ജനറേറ്റ് ചെയ്യുന്ന അനലോഗ് സിഗ്നലുമായിട്ട് കമ്പയർ ചെയ്യും. ആ കമ്പയർ ചെയ്തിട്ട് അതിന്റെ ഔട്ട്പുട്ട് നമ്മൾ ഒരു AND ഗേറ്റിലേക്ക് അപ്ലൈ ചെയ്യും. ഓക്കെ, ഇവിടെ കൊടുക്കുന്ന അടുത്ത സിഗ്നൽ എന്ന് പറയുന്നത് ക്ലോക്ക് സിഗ്നൽ ആയിരിക്കും. ഇതിന്റെ ഔട്ട്പുട്ട് നമ്മൾ വീണ്ടും എവിടത്തേക്ക് കൊടുക്കും, ബൈനറി കൗണ്ടറിലേക്ക് കൊടുക്കും. സോ ഇതിന്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈനറി കൗണ്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഇറ്റ് സ്റ്റാർട്ട്സ് ടു കൗണ്ട് ഫ്രം 0 to എത്ര ബിറ്റിന്റെ കൗണ്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത്ര 4 ബിറ്റ് കൗണ്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 0000 to 4 ones വരെ കൗണ്ട് ചെയ്യും അല്ലെ. അപ്പൊ ഇനീഷ്യലി നമ്മൾ ഇതിനെ 0 ആക്കിയിട്ട് സെറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, ഇനീഷ്യലി ഇവിടെ 0 ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും, ഡിജിറ്റൽ ഔട്ട്പുട്ട് അല്ലെ. ഇനി നമ്മളിവിടെ നമുക്ക് സപ്പോസ് നമുക്കൊരു 5 വോൾട്ടിന് നമുക്ക് 5 വോൾട്ട് അനലോഗ് സിഗ്നൽ ഇവിടെ കൊടുത്തു. ആ 5 വോൾട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ ജനറേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ 5 വോൾട്ട് കൊടുത്തു.
അതിനെ ഈ ഒരു വോൾട്ടേജ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കി. ഈ ഒരു വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ നമ്മൾ കൗണ്ടറിൽ ഇപ്പോൾ 0 ആയിരുന്നു അല്ലെ, ആ 0 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ 0യും ഈ 5 ആണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്. സോ 5 ഇസ് ഗ്രേറ്റർ ദാൻ 0 അല്ലെ. നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത് ഒരു പ്ലസ് ടെർമിനലിലേക്കും ഇത് കൊടുത്തിരിക്കുന്നത് ഒരു മൈനസ് ടെർമിനലിലേക്കാണ്. ഈ കമ്പാരറ്റർ എന്ന് പറഞ്ഞാൽ ഓപ്പാമ്പ് എന്ന് പറയും ഇതിന്, ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് പറയുക ഇതിന്, ഈ ട്രയാങ്കുലർ നേച്ചറിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലസ് ടെർമിനലിൽ കൊടുക്കുന്ന വോൾട്ടേജ് ഹൈ ആണെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഇനി അതല്ല നെഗറ്റീവ് ടെർമിനലിൽ കൊടുക്കുന്ന വോൾട്ടേജ് ആണ് ഹൈ ആണെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. സോ നമ്മൾ കൊടുക്കുന്ന ഔട്ട്പുട്ട് ഇവിടെ പ്ലസ് ടെർമിനലിലേക്കാണ്. സോ നമ്മൾ ഇവിടെ ഒരു 5 വോൾട്ട് അപ്ലൈ ചെയ്തു, നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഒരു 0 വോൾട്ട് ആണ്. അപ്പോൾ 5ഉം 0ഉം കമ്പയർ ചെയ്യുമ്പോൾ 5 ആണ് ഹൈ. സോ ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ആ 1 ആണ് ഈ ആൻഡ് ഗേറ്റിലേക്ക് വരുന്നത്. നമ്മളിവിടെ ഒരു ക്ലോക്ക് സിഗ്നലും അപ്ലൈ ചെയ്തു. അപ്പോൾ 1 into 1 1 ആണ്. സോ കൗണ്ടറിനെ ഒന്നുകൂടെ എന്ത് ചെയ്തു? ക്ലോക്ക് സിഗ്നൽ ആപ്ലിക്കേഷൻ വന്നു ഇവിടെ. സോ കൗണ്ടർ ഒന്നുകൂടെ ഇൻക്രിമെന്റ് ആയി. എന്തായി മാറി? നേരത്തെ 0 ആയിരുന്ന കൗണ്ടർ ഇപ്പോൾ എന്തായി മാറി? 1 ആയി മാറി. അപ്പൊ ആ 1ന്റെ കറസ്പോണ്ടിങ് 0001 എന്ന് പറയുന്ന നേച്ചറിലുള്ള 1 എന്ന് പറയുന്ന ബൈനറി സിഗ്നലിനെ DAC യിലേക്ക് കൊടുത്തു. സോ ആ 1ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അനലോഗ് വോൾട്ടേജ് ഇവിടെ കിട്ടി. സോ ആ വോൾട്ടേജും ഈ 5 വോൾട്ടും കമ്പയർ ചെയ്തു. അപ്പോൾ 5 അഗെയിൻ ഹൈ ആണ്. സോ ഇതിന്റെ ഔട്ട്പുട്ട് വീണ്ടും 1 തന്നെ. സോ എന്ത് ചെയ്യും? വീണ്ടും കൗണ്ടർ ആക്ടിവേറ്റ് ആയി. കൗണ്ടർ ഒന്നും കൂടി ഇൻക്രിമെന്റ് ചെയ്ത് 1 എന്നുള്ളത് 2 ആയി മാറി. സോ ആ 2ന്റെ അനലോഗ് വോൾട്ടേജ് ഇവിടെ വന്നു. 2ഉം 5ഉം കമ്പയർ ചെയ്തു. ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും അൺടിൽ ഏത് വരെ? നമ്മളിവിടെ വന്നിരിക്കുന്ന വോൾട്ടേജ് 5നേക്കാട്ടും ഹയർ ആവുന്നത് വരെ ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. സപ്പോസ് അപ്പോൾ ഇവിടെ സപ്പോസ് ഇവിടെ 5 ആണ് വന്നത് വിചാരിക്കൂ, 5നേക്കാട്ടും ഹയർ, സപ്പോസ് ഒരു 6 വോൾട്ട് ആണ് ഇവിടെ വരുന്നത്. 5 ഒരു 6 വോൾട്ട് ആണ് വരുന്നതെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ലെസ് ആണ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് എന്താവും? 0 ആകും. ഇതിന്റെ ഔട്ട്പുട്ട് 0 ആയി കഴിഞ്ഞാൽ ക്ലോക്ക് സിഗ്നൽ ജനറേറ്ററിന്റെ ഔട്ട്പുട്ടും 0 ആകും. ഈ 0 എന്ത് ചെയ്യും? കൗണ്ടറിനെ റീസെറ്റ് ചെയ്യും. റീസെറ്റ് ചെയ്യുക മീൻസ് ഇനി കൗണ്ടിങ് ഓപ്പറേഷൻ നടക്കുന്നില്ല ഇവിടെ. സോ പ്രീവിയസ്ലി എത്ര വരെയാണ് ഇവിടെ വന്നിരിക്കുന്നത്? 5 വരെയായിരുന്നു. ഓക്കെ, അവിടത്തേക്ക് ഇത് സ്റ്റോപ്പ് ആവും. അപ്പൊ നമുക്ക് ഇവിടെ 5ന്റെ കറസ്പോണ്ടിങ് ഡിജിറ്റൽ ഔട്ട്പുട്ട് ഇവിടെ കിട്ടും. അങ്ങനെയാണ് ഈ ഓപ്പറേഷൻ നടക്കുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന അനലോഗ് സിഗ്നലിന്റെ വാല്യൂ എത്രയാന്ന് നോക്കുക, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ വരെ ഈ ബൈനറി കൗണ്ടറിങ്ങിനെ കൗണ്ടിങ് നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതിന് മുകളിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂ ഇപ്പൊ സപ്പോസ് എക്സ് ആണ്, അപ്പൊ എക്സിനേക്കാൾ ഒരു സ്റ്റെപ്പ് ഹയറിലാണ് ഇതിന്റെ കൗണ്ടറിന്റെ വാല്യൂ വരുന്നതെങ്കിൽ കൗണ്ടർ ഇവിടെ സ്റ്റോപ്പ് ആവും. നമുക്ക് ആ എക്സ് എന്നുള്ള വാല്യൂ ഇവിടെ കിട്ടും. ഓക്കെ, അപ്പൊ ദിസ് ഈസ് ദ ഓപ്പറേഷൻ ഓഫ് കൗണ്ടർ ടൈപ്പ് DAC. അപ്പൊ ഇതിന്റെ ഓപ്പറേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഒരു n ബിറ്റ് കൗണ്ടർ ആണ്, അത് ഇനീഷ്യലി 0യിൽ സെറ്റ് ചെയ്ത് വെക്കുക യൂസിങ് റീസെറ്റ് കമാൻഡ്. ദെയർഫോർ ദ ഡിജിറ്റൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആൻഡ് ഇക്വാലന്റ് VD ഓൾസോ 0. അതായത് ഇവിടെ 0 ആണെങ്കിൽ ഇതിലേക്ക് വരുന്ന ഇൻപുട്ടും 0 ആയിരിക്കും, ഇവിടുന്ന് ജനറേറ്റ് ചെയ്യുന്ന ഔട്ട്പുട്ടും 0 ആയിരിക്കും. when the reset command റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ക്ലോക്ക് പൾസ് allowed to go through AND gate and counted by the binary counter. ഇവിടുത്തെ ക്ലോക്ക് സിഗ്നൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഔട്ട്പുട്ട് കൗണ്ടറിലേക്ക് കൊടുക്കുകയാണെങ്കിൽ കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ DACന്റെ പർപ്പസ് എന്താണ്? ഇറ്റ് കൺവേർട്സ് ഡിജിറ്റൽ ഔട്ട്പുട്ട് ടു അനലോഗ് വോൾട്ടേജ് ആൻഡ് അപ്ലൈഡ് ആസ് ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ദ കമ്പാരറ്റർ. DAC ഇവിടെ വരുന്ന വോൾട്ടേജിന്റെ കറസ്പോണ്ടിങ് ബൈനറി നമ്പറിന്റെ കറസ്പോണ്ടിങ് അനലോഗിനെ ഇതിന് ഇൻവേർട്ടിംഗ് ടെർമിനൽ എന്ന് പറയും, അതിലേക്ക് അപ്ലൈ ചെയ്യും. Output of the comparator enables the AND gate. Number of clock pulses increases with the time and analog input voltage VD is a rising staircase waveform as shown in figure below. But counting ഏതുവരെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും? Counting will continue until DAC output VD equals and just rises more than unknown analog voltage VA. അതായത് ഇവിടെ വരുന്ന വോൾട്ടേജ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന വോൾട്ടേജിന് ഈക്വലോ അല്ലെങ്കിൽ ജസ്റ്റ് എബോവ് ആവുകയാണെങ്കിൽ ഈ ഓപ്പറേഷൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താണോ ഫൈനലി കൗണ്ടറിൽ റീഡ് ചെയ്തിരിക്കുന്നത് ആ വാല്യൂന്റെ കറസ്പോണ്ടിങ് ഡിജിറ്റൽ ഔട്ട്പുട്ട് ഇവിടെ നമുക്ക് കിട്ടും. കൗണ്ടിങ് സ്റ്റോപ്സ് അറ്റ് ദ ഇൻസ്റ്റന്റ് VA ലെസ് ദാൻ VD. നമ്മൾ കൊടുക്കുന്ന അപ്ലൈ വോൾട്ടേജ് എപ്പോഴാണോ നമ്മുടെ DAC വോൾട്ടേജിനെക്കാട്ടും ലെസ് ആവുന്നത് ആ ഇൻസ്റ്റന്റിൽ കൗണ്ടർ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ടോ ആ നമ്പർ സ്റ്റോർഡ് ഇൻ ദ n ബിറ്റ് കൗണ്ടർ ഈസ് ഇക്വാലന്റ് n ബിറ്റ് ഡിജിറ്റൽ ഡാറ്റ ഫോർ ദ ഗിവൺ അനലോഗ് ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ ലാസ്റ്റ് സ്റ്റോർ ചെയ്തിരിക്കുന്ന കൗണ്ടറിലെ വാല്യൂ ആയിരിക്കും നമ്മൾ കൊടുക്കുന്ന അനലോഗിന്റെ കറസ്പോണ്ടിങ് ബൈനറി കോഡ്. So this is the working of counter type ADC. So this is a waveform. Okay, ഇതാണ് റീസെറ്റ്. നമ്മൾ കൗണ്ടറിലേക്ക് അപ്ലൈ ചെയ്യുന്ന റീസെറ്റ് പൾസ് ആണിത്. ഇത് ക്ലോക്ക് സിഗ്നൽസ് ആണ്. ഇതാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ്. ഇവിടെ ഡോട്ട് ഇട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ? ഈ ഡോട്ട് ഇട്ട് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് VA. നമ്മൾ കൊടുത്തിരിക്കുന്ന അപ്ലൈഡ് അനലോഗ് വോൾട്ടേജ് VA ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ റീസെറ്റ് സിഗ്നൽ ലോ കൊടുക്കണം. റീസെറ്റ് ഹൈ ആയി കഴിഞ്ഞാൽ കൗണ്ടർ റീസെറ്റ് ആവും. ഇപ്പൊ റീസെറ്റിന് ഇനാക്ടിവേറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ എന്ത് സംഭവിക്കും? കൗണ്ടറിന്റെ ഓപ്പറേഷൻ, കൗണ്ടർ ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. കൗണ്ടർ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ഹയർ ആയിട്ട് ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. എപ്പോഴാണോ കൗണ്ടറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഏതിനെ ക്രോസ് ചെയ്യുന്നത്? കൗണ്ടറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ല, കൗണ്ടറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അനലോഗ് വോൾട്ടേജ്
DAC ഔട്ട്പുട്ട് എപ്പോഴാണോ ആ DAC വോൾട്ടേജ് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജിനെ ക്രോസ് ചെയ്യുന്നത്, ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് കൗണ്ടറിന്റെ ഔട്ട്പുട്ട് നമ്മുടെ DAC ഔട്ട്പുട്ട് നമ്മുടെ അപ്ലൈഡ് വോൾട്ടേജിനെ ക്രോസ് ചെയ്യുന്നത്. ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് എന്ത് സംഭവിക്കും? ക്ലോക്ക് റീസെറ്റ് സിഗ്നൽ ഹൈയിലേക്ക് പോകും. ദാറ്റ് മീൻസ് കൗണ്ടർ ഓപ്പറേഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. കൗണ്ടിങ് ഇതുവരെ കൗണ്ട് ചെയ്തു, 8 വരെ കൗണ്ട് വന്നു, 8 പൾസസ് വരെ കൗണ്ടിങ് നടന്നു, അതിനുശേഷം പിന്നെ കൗണ്ടിങ് നടക്കില്ല. അപ്പൊ കൗണ്ടർ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ്. കണ്ടോ, ഈ ഒരു ഇന്റർസെക്ഷൻ പോയിന്റ് ആണ്, അവിടെ വെച്ചിട്ടാണ് കൗണ്ടർ സ്റ്റോപ്പ് ആവുന്നത്. അപ്പൊ ദിസ് ഈസ് ദ വേവ് ഫോം ഓഫ് കൗണ്ടർ ടൈപ്പ് ADC. പിന്നെ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ കൺസ്ട്രക്ഷൻ ആണ്, ഈസി ടു ഡിസൈൻ, ലെസ് എക്സ്പെൻസീവ്. ദെൻ സ്പീഡ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ബൈ അഡ്ജസ്റ്റിംഗ് ദ ക്ലോക്ക് ഫ്രീക്വൻസി. ക്ലോക്ക് ഫ്രീക്വൻസി നമ്മൾ കുറച്ച് ഹൈ ഫ്രീക്വൻസി സിഗ്നൽ കൊടുക്കുകയാണ്, പെട്ടെന്ന് ഇത് ഫാസ്റ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യും. ഫാസ്റ്റർ ദാൻ ഡുവൽ സ്ലോപ്പ് ടൈപ്പ് ADC. ഡുവൽ സ്ലോപ്പ് ടൈപ്പ് നിങ്ങൾക്ക് പഠിക്കാനില്ല. ദീസ് ആർ അബൌട്ട് കൗണ്ടർ ടൈപ്പ് ADC. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സസീവ് അപ്രോക്സിമേഷൻ ടൈപ്പ് ADC. അപ്പൊ ദിസ് ഈസ് ഈ കൗണ്ടർ ടൈപ്പ് ADCന്റെ വേറൊരു ടൈപ്പ്, ഒരു വേരിയേഷൻ ആണ് ഇത്, സക്സസീവ് അപ്രോക്സിമേഷൻ. ഇവിടെ കൗണ്ടറിന് പകരം നമ്മൾ ഒരു കൺട്രോൾ ലോജിക് യൂസ് ചെയ്യുന്നു, ഒരു അപ്രോക്സിമേഷൻ അൽഗോരിതം വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ സക്സസീവ് അപ്രോക്സിമേഷൻ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SAR എന്നും കൂടെ പറയുന്നത്. സക്സസീവ് അപ്രോക്സിമേഷൻ ടൈപ്പ് ADC is the most widely used and popular ADC ആണിത്. The conversion time is maintained constant in successive approximation type ADC and is proportional to number of bits in the digital output, unlike the counter and continuous type A/D converters. Okay, the basic principle of this type ADC is that unknown analog voltage is approximated against n bit digital value by trying 1 bit at a time, beginning with the MSB. This type of ADC operates by successfully dividing the voltage range by half. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന അനലോഗ് വോൾട്ടേജ്, നേരത്തെ കൗണ്ടർ ടൈപ്പിലായിരുന്നു എന്താ ചെയ്തിരുന്നത്, അത് കൗണ്ടറിന്റെ ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ കൊടുക്കുന്നതിനെ കമ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും. സപ്പോസ് നമ്മൾ കൊടുക്കുന്ന ഒരു വലിയ വോൾട്ടേജ് ആണെങ്കിൽ കൗണ്ടറിന്റെ 0 മുതൽ ആ ഒരു വോൾട്ടേജ് എത്തുന്ന വരെ നമ്മൾ ഇതിങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൽഗോരിതമാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു നമ്പറിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് സിഗ്നലുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന സിഗ്നൽ ഹൈ ആണെങ്കിൽ ആ ഒരു നമ്പറിന്റെ MSBനെ എന്ത് ചെയ്യും, അതുപോലെ വെക്കും. ഇനി അതല്ല നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ലെസ് ആണെങ്കിൽ അതിന് MSB ചേഞ്ച് ആക്കും. അപ്പൊ നമുക്ക് ഈ ഒരു അൽഗോരിതം, ആദ്യം നമുക്ക് ഇതിന്റെ ബ്ലോക്ക് ഡയഗ്രാം നോക്കാം. അപ്പൊ ദിസ് ഈസ് നോക്കിയ ഇത് കൗണ്ടർ ടൈപ്പ് ആയിട്ട് എന്താണ് ഇവിടെ ഡിഫറൻസ് വരുന്നത്? കൗണ്ടർ ടൈപ്പിൽ ഇവിടെ കൗണ്ടർ യൂസ് ചെയ്തതിന് പകരം ഇവിടെ എന്താണ് ഒരു കൺട്രോൾ ലോജിക് പ്ലസ് സക്സസീവ് അപ്രോക്സിമേഷൻ രജിസ്റ്റർ. ഈ ഒരു കൗണ്ടർ ടൈപ്പ് അതിന്റെ ഔട്ട്പുട്ട് DAC-യിലേക്ക്, നേരത്തെ പോലെ തന്നെ അതിന്റെ ഔട്ട്പുട്ട് DAC-യിലേക്ക് കൊടുത്തു. DAC-ന്റെ ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്തു, കമ്പാരറ്ററിന്റെ നെഗറ്റീവ് ടെർമിനലിൽ കൊടുത്തു. ഇതാണ് നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് സിഗ്നൽ. ഇതിന്റെ ഔട്ട്പുട്ട് നമ്മൾ കൺട്രോൾ ലോജിക്കിലേക്ക് കൊടുക്കുന്നു. ഇവിടെ ഒരു ക്ലോക്ക് സിഗ്നലും കൂടെ കൊടുക്കുന്നു. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും നമ്മുടെ ഫൈനൽ ഡിജിറ്റൽ ഔട്ട്പുട്ട്. ദിസ് ഈസ് ദ ഇൻപുട്ട് VI ആൻഡ് ദിസ് ഈസ് ഔട്ട്പുട്ട് ഡിജിറ്റൽ ഔട്ട്പുട്ട്. അപ്പൊ ഇവിടെ ഒരു പെർട്ടിക്കുലർ നമ്പർ ഉണ്ടാവും. ആ നമ്പറിന് നമ്മൾ ആ നമ്പറിന്റെ കറസ്പോണ്ടിങ് അനലോഗ് സിഗ്നൽ വരും. അതിനെ നമ്മൾ കൊടുക്കുന്ന ഇതുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പൊ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് ഹൈ ആണെങ്കിൽ കമ്പാരറ്ററിന്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. കമ്പാരറ്ററിന്റെ ഔട്ട്പുട്ട് 1 ആണെങ്കിൽ ഇതിൽ പ്രീവിയസ്ലി ഉള്ള നമ്പറിന്റെ MSBനെ ഒന്നും ചെയ്യില്ല, തൊട്ടടുത്ത ബിറ്റിന് ചേഞ്ച് ആക്കും. വീണ്ടും അതിനുശേഷം അതിനെ ഇതുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പോഴും നമ്മുടെ വോൾട്ടേജ് ആണ് VI ആണ് ഹൈ ആണെങ്കിൽ എന്ത് ചെയ്യും, അതിന്റെ രണ്ടാമത്തെ ബിറ്റിനെ ഒന്നും ചെയ്യില്ല, മൂന്നാമത്തെ ബിറ്റിനെ ചേഞ്ച് ചെയ്യും. ആ ഒരു പ്രോസസ്സ് ചെയ്യും. ഇനി അതെല്ലാം നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് ഹൈ ആയി, അതായത് DAC-ന്റെ ഔട്ട്പുട്ട് ഹൈ ആയി, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് 0 ആവും അല്ലെ? അങ്ങനെയാണെങ്കിൽ എത്രാമത്തെ സ്റ്റേജിലാണോ എത്തിയിരിക്കുന്നത് ആ ബിറ്റിനെ ചേഞ്ച് ചെയ്യും. ആ ഒരു അൽഗോരിതമിക് പാറ്റേൺ ആണ്. അതിന് മുന്നേ ഇതിന്റെ മെയിൻ ബ്ലോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, SAR, DAC, കമ്പാരറ്റർ, കൺട്രോൾ ലോജിക് ഒക്കെയാണ്. അപ്പൊ കൺട്രോൾ ലോജിക് റീസെറ്റ്സ് ഓൾ ബിറ്റ്സ് ഓഫ് SAR ആൻഡ് enables the clock signal generator in order to send the clock pulses to SAR when it receives the start commanding signal. ആദ്യം റീസെറ്റ് ചെയ്തു, പിന്നെ ഒരു ക്ലോക്ക് പൾസ് കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങും. The binary data present in SAR will be updated for every clock pulse. ഈ SAR രജിസ്റ്ററിൽ ഒരു ഡാറ്റ ഉണ്ടാവും, അതിങ്ങനെ ഓരോ ക്ലോക്ക് പൾസിൽ അപ്ഡേറ്റ് ആവും. അതെങ്ങനെ അപ്ഡേറ്റ് ആവുന്നത്, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നലും ഇതിൽ SAR രജിസ്റ്ററിലുള്ള സിഗ്നൽ തമ്മിൽ ഒരു കമ്പാരിസൺ നടത്തും. എന്നിട്ട് ഏത് സിഗ്നൽ ആണോ ഹൈ അതിനനുസരിച്ചിട്ട് SAR-ലുള്ള ഡാറ്റനെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഔട്ട്പുട്ട് ഓഫ് SAR is applied as an input of DAC. അപ്പൊ ദിസ് ഈസ് ആ SAR-ന്റെ ഒരു അൽഗോരിതമിക് പാറ്റേൺ ഇതാണ്. നിങ്ങൾ ഇതിന്റെ ജസ്റ്റ് ഒരു ഐഡിയ മനസ്സിലാക്കിയാൽ മതി. അതായത് സപ്പോസ് നമ്മൾ SAR രജിസ്റ്ററിലുള്ള വാല്യൂ ഇതാണ് വിചാരിക്കുക, 100. ഓക്കെ, അപ്പം അതിന് കറസ്പോണ്ടിങ് എന്ത് ചെയ്തു, അതിനെ നമ്മൾ എന്ത് ചെയ്തു, സക്സസീവ് അപ്രോക്സിമേഷൻ രജിസ്റ്റർ, അതിനെ നമ്മൾ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിലേക്ക് കൊടുത്തപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കറസ്പോണ്ടിങ് ആയിട്ട് ഒരു അനലോഗ് സിഗ്നൽ ഇവിടെ ജനറേറ്റ് ചെയ്തു, VA. അത് നമ്മൾ VD എന്നാണ് അൽഗോരിതത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. കണ്ടോ,
അപ്പോൾ നമ്മൾ സക്സസീവ് അപ്രോക്സിമേഷൻ രജിസ്റ്ററിലുള്ള വാല്യൂവിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അനലോഗ് സിഗ്നൽ ആണ് എന്ത് VD. ഇനി നമ്മൾ എന്ത് ചെയ്തു, ഒരു ഇൻപുട്ട് സിഗ്നൽ അപ്ലൈ ചെയ്തു. എവിടെ അപ്ലൈ ചെയ്തു? കണ്ടോ, ഈ കമ്പാരറ്ററിന്റെ പ്ലസ് ടെർമിനലിലേക്ക് ഒരു ഇൻപുട്ട് സിഗ്നൽ അപ്ലൈ ചെയ്തു. സോ SCRന്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ടും നമ്മൾ കൊടുത്തിരിക്കുന്ന ഔട്ട്പുട്ടും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യും. SCRലുള്ള വാല്യൂ 100 ആണ്. ഇനി നമ്മൾ കൊടുത്തിരിക്കുന്ന സിഗ്നൽ ഹൈ ആണെങ്കിൽ, ഓക്കെ, ഇൻപുട്ട് വോൾട്ടേജ് ഹൈ ആണെങ്കിൽ ഈ സിഗ്നൽ SCRലെ വാല്യൂ അപ്ഡേറ്റ് ആവണം. എങ്ങനെ അപ്ഡേറ്റ് ആവും? നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂ ഹൈ ആണെങ്കിൽ ഇതിലുള്ള MSBക്ക് ഒരു ചേഞ്ചും വരില്ല. കണ്ടോ, അത് അതുപോലെ വരും. ഇനിയോ നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂ ലെസ് ആണെങ്കിൽ ഇതിലുള്ള ഫസ്റ്റ് ബിറ്റ് ചേഞ്ച് ആയിട്ട് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഓക്കെ, അതാണ് ഫസ്റ്റ് ലെവൽ അപ്ഡേഷൻ അവിടെ നടന്നു. ഇനി എന്ത് ചെയ്യും? ഇനി ഇതിന്റെ സെക്കൻഡ് ബിറ്റിന് എന്തായാലും ചേഞ്ച് ആക്കും. 0 എന്നുള്ളത് എന്തായി മാറും? 1 ആയി മാറും. ഇവിടെയാണെങ്കിലും 0 എന്നുള്ളത് എന്തായി മാറും? 1 ആയിട്ട് മാറും. തേർഡ് ബിറ്റിന് ഒന്നും ചെയ്യില്ല, അതുപോലെ വെക്കും. ഓക്കെ, അപ്പൊ SCRൽ ഈ രണ്ട് വാല്യൂസിൽ ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും SCRൽ വന്നിട്ടുണ്ടാവുക. ഒന്നിക്കൽ 110 ആയിരിക്കും, അല്ലെങ്കിൽ 010. ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ ഓഫ് ഇൻപുട്ട് വോൾട്ടേജ്. ഇനി ഇത് സെക്കൻഡ് ലെവൽ അപ്രോക്സിമേഷൻ. ഇനി വീണ്ടും SCRലുള്ള വാല്യൂ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ബൈനറി അനലോഗ് സിഗ്നൽ ജനറേറ്റ് ചെയ്തു. അതും നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂ തമ്മിൽ ഒന്നും കൂടെ കമ്പാരിസൺ നടത്തി. ഇനി സപ്പോസ് SCRലുള്ള വാല്യൂ 110 ആണെന്ന് വിചാരിക്കാം. ഇനിയോ ആ വാല്യൂന്റെ അനലോഗ് സിഗ്നൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂവിനെക്കാട്ടും ലെസ് ആണ്. ഇവിടെയാണെങ്കിലോ അടുത്ത കണ്ടീഷൻ വെച്ചിരിക്കില്ല, ആ വാല്യൂ ഇൻപുട്ടിനേക്കാളും ഹൈ. ഇനി ഇൻപുട്ട് വോൾട്ടേജ് ആണ് ഹയർ ആണെങ്കിൽ ഇതേ ഒരു പ്രോസസ് തന്നെ ഇവിടെ നടക്കും. എന്തും ഇൻപുട്ട് വോൾട്ടേജ് ഹയർ ആണെങ്കിൽ MSBക്ക് ഒരു ചേഞ്ചും കൊടുക്കില്ല, അത് അതുപോലെ റീറ്റെയിൻ ചെയ്യും. ഇനി ഇൻപുട്ട് വോൾട്ടേജ് ലെസ് ആണെങ്കിലോ MSB ഫസ്റ്റ് ലെവൽ അല്ലേ, ഞാൻ സെക്കൻഡ് ലെവൽ അപ്രോക്സിമേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഫസ്റ്റിലെ വാല്യൂ 1 അതുപോലെ ഇവിടെ എഴുതുക, 1 അതുപോലെ ഇവിടെ എഴുതുക. സെക്കൻഡ് ലെവൽ അപ്രോക്സിമേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, സെക്കൻഡ് ലെവൽ അപ്രോക്സിമേഷനിൽ എന്താണ്, നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് ഹയർ ആണെങ്കിൽ സെക്കൻഡ് ബിറ്റിനെ ഒന്നും ചെയ്യേണ്ട, അതുപോലെ വെക്കുക. ഇനി ഇൻപുട്ട് വോൾട്ടേജ് ലെസ് ആണെങ്കിൽ സെക്കൻഡ് ബിറ്റിനെ ചേഞ്ച് ചെയ്യുക, 0 ആക്കുക. എന്നിട്ടോ തേർഡ് ലെവലിലേക്ക് പോകുമ്പോൾ തേർഡ് ബിറ്റിനെ എന്തായാലും കമ്പൽസറി ആയിട്ട് ചേഞ്ച് ചെയ്യണം. അപ്പോൾ 111 101 ഈ ഒരു ഇതിലേക്ക് മാറി. ഇനി സപ്പോസ് നമ്മൾ SCRലുള്ള വാല്യൂ 010 ആയിരുന്നു. ഇതിന്റെ കറസ്പോണ്ടിങ് അനലോഗ് സിഗ്നലിനെ ജനറേറ്റ് ചെയ്തു. അത് നമ്മുടെ ഇൻപുട്ടായിട്ട് കമ്പയർ ചെയ്യാം. ഇനി നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് ഹയർ ആണെങ്കിൽ എന്താണ്, ഇൻപുട്ട് വോൾട്ടേജ് ഹയർ, ഇത് സെക്കൻഡ് ലെവൽ അപ്രോക്സിമേഷൻ ആണ്. അപ്പോൾ ഫസ്റ്റിലുള്ള വാല്യൂവിന് അതുപോലെ തന്നെ എഴുതുക, 0 എന്ന് എഴുതുക. ഫസ്റ്റിലുള്ള വാല്യൂ 0 എന്ന് എഴുതുക. സെക്കൻഡ് ലെവൽ അപ്രോക്സിമേഷൻ ആണെങ്കിൽ സെക്കൻഡ് ബിറ്റ് ഓൺവേർഡ്സ് ആണ് ചേഞ്ച് വരുത്തേണ്ടത്. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് ഹയർ ആണെങ്കിൽ MSB അതുപോലെ, MSB അല്ല, ആ ബിറ്റ് അതുപോലെ വെക്കുക, 1 ആയിട്ട് വെക്കാം. ഇനി ഇൻപുട്ട് വോൾട്ടേജ് ലെസ് ആണെങ്കിലോ ഈ ഒരു ബിറ്റ് 1 എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. എന്നിട്ടോ തേർഡ് ബിറ്റിന് കമ്പൽസറി ആയിട്ട് ചേഞ്ച് ചെയ്യാം. ഇപ്പൊ SCRനുള്ളിൽ ഒന്നുകിൽ ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂസ് ആയിരിക്കും വരിക. ഓക്കെ, അപ്പൊ ആ ഒരു ലെവലിലാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യേണ്ടത്. ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും അൺടിൽ ഏത് വരെ കണ്ടിന്യൂ ചെയ്യും? ഇതിന്റെ ഔട്ട്പുട്ട് ഉണ്ടോ, ഇത് കൺട്രോൾ ലോജിക്കിലേക്ക് കൊടുത്തു, ഇതൊരു റീസെറ്റ് ആവുന്നത് വരെ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് ഫൈനലി എവിടെ കിട്ടും? നമ്മൾ കൊടുത്തിരിക്കുന്ന അനലോഗ് സിഗ്നലിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വാല്യൂ നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ദിസ് ഇസ് ദ SCR അൽഗോരിതം. അതിവിടെ വർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. DAC നമ്മൾ കൊടുത്തിരിക്കുന്ന DAC കൺവേർട്സ് റിസീവ്ഡ് ഡിജിറ്റൽ ഇൻപുട്ട്. അതായത് SCRന്റെ ഔട്ട്പുട്ടിനെ DAC കൺവേർട്ട് ചെയ്തിട്ട് ഒരു അനലോഗ് വോൾട്ടേജ് ആക്കിയിട്ട് വെച്ചു. കമ്പാരറ്റർ എന്ത് ചെയ്തു? നമ്മൾ കൊടുക്കുന്ന അനലോഗ് സിഗ്നലിന് VIന് DACയുടെ ഔട്ട്പുട്ട് ആയിട്ട് കമ്പയർ ചെയ്തു. ഔട്ട്പുട്ട് ഓഫ് ദ കമ്പാരറ്റർ വിൽ ബി 1 ആസ് ലോങ് as VI ഗ്രേറ്റർ ദാൻ VA. VI ഗ്രേറ്റർ ആണെങ്കിൽ കമ്പാരറ്റർ ഔട്ട്പുട്ട് 1 ആയിരിക്കും. അതുപോലെ കമ്പാരറ്റർ ഔട്ട്പുട്ട് 0 എപ്പോഴാണെങ്കിൽ VI ലെസ് ദാൻ VA ആണെങ്കിൽ. The operation mentioned in the above steps will be continued until the digital output is valid one. The digital output will be a valid one when it is almost equivalent to corresponding external analog input. നമ്മൾ കൊടുക്കുന്ന അനലോഗ് വോൾട്ടേജുമായിട്ട് ഓൾമോസ്റ്റ് ഈക്വൽ ആവുന്നത് വരെ ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ദിസ് ഈസ് അബൌട്ട് SCR ടൈപ്പ്. അപ്പോൾ നിങ്ങൾ ഇത് മെയിൻലി ഇതിന്റെ ബ്ലോക്സ് എന്തൊക്കെയാണെന്ന് നോക്കുക. ഈ ഒരു അപ്രോക്സിമേഷൻ മെത്തേഡ് എന്താണെന്ന് മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ. ഇപ്പൊ 3 ബിറ്റ് ആയതുകൊണ്ട് അങ്ങനെ 3 ലെവൽ അപ്രോക്സിമേഷൻ വരും. 4 ബിറ്റ് ആണെങ്കിൽ 4 ലെവൽ അപ്രോക്സിമേഷൻ. അപ്പോൾ ഓരോ ലെവലിലും ഓരോ എത്രാമത്തെ ലെവൽ കമ്പാരിസൺ ആണെങ്കിൽ ആ ഒരു ബിറ്റിലാണ് ആ ചേഞ്ച് കൊടുക്കുക. എന്നിട്ട് സെക്കൻഡ് ബിറ്റിനെ കമ്പൽസറി ആയിട്ട് ചേഞ്ച് ചെയ്യുക. തേർഡ് ബിറ്റ് അതുപോലെ വെക്കുക. അടുത്ത ലെവലിലേക്ക് വരികയാണെങ്കിലോ ഫസ്റ്റ് ബിറ്റ് അതുപോലെ വെക്കും. സെക്കൻഡ് ലെവലിലെ കണ്ടീഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്യും. തേർഡ് ബിറ്റിനെ ചേഞ്ച് ചെയ്യും. നിങ്ങൾ ആ അപ്രോക്സിമേഷൻ ഒന്ന് മനസ്സിലാക്കിയാൽ മതി എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. SCR അൽഗോരിതം അപ്രോക്സിമേഷനും
ഇൻപുട്ടുമായിട്ടുള്ള ഒരു കമ്പാരിസൺ വെച്ചിട്ട് ഫൈനലി നമ്മൾ കൊടുക്കുന്ന സിഗ്നലിന് ഈക്വൽ ആയിട്ട് വരുന്ന ഒരു വാല്യൂയിലേക്ക് എത്തും ഫൈനലി. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ കൺവേർഷൻ ടൈം ഈസ് വെരി സ്മോൾ. ഇത് വളരെ ഫാസ്റ്റ് ആയിട്ടാവും. കൺവേർഷൻ ടൈം ഈസ് കോൺസ്റ്റന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ അനലോഗ് ഇൻപുട്ട് സിഗ്നൽ VA. ഡിസഡ്വാൻറ്റേജ് കുറച്ച് കോംപ്ലക്സ് ആണ്. കൺവേർഷൻ ടൈം ഈസ് മോർ കമ്പയർ ടു ഫ്ലാഷ് ടൈപ്പിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലാണ് ഇതിന്റെ കമ്പാരിസൺ. ഫ്ലാഷ് ടൈപ്പാണ് നമുക്ക് അടുത്ത് പഠിക്കാൻ, അതാണ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ADC ഫ്ലാഷ് ടൈപ്പാണ്. Flash type ADC which it produces an equivalent digital output for a corresponding analog input in no time. Hence flash type ADC is fastest ADC. ഫ്ലാഷ് ടൈപ്പിൽ കൗണ്ടർ ടൈപ്പ് പോലെ ഒരു കൗണ്ടിങ് സീക്വൻസിന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമോ അല്ലെങ്കിൽ SCR പോലെ ഒരു അൽഗോരിതം കമ്പാരിസൺ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമോ ഒന്നുമില്ല. ഇതൊരു ഡയറക്റ്റ് സർക്യൂട്ട് ആണ്. നമ്മൾ കൊടുക്കുന്ന അനലോഗ് സിഗ്നലിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിജിറ്റൽ സിഗ്നൽ ഓട്ടോമാറ്റിക്കലി ആ ഇൻസ്റ്റന്റ് തന്നെ ജനറേറ്റ് ചെയ്യും. അതുകൊണ്ട് ഇത് ഫാസ്റ്റ് ആണ്. നമുക്കൊരു 3-bit ഫ്ലാഷ് ADCന്റെ സർക്യൂട്ട് ഡയഗ്രാം നോക്കാം. അപ്പൊ ഇതാണ്, അവിടെയൊക്കെ കുറെ കമ്പാരറ്റർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെയോ ഒരു പ്രയോറിറ്റി എൻകോഡർ. എൻകോഡർ നമുക്കറിയാം എന്താണ്. എൻകോഡർ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു വലിയ ബിറ്റിന് നമ്മളൊരു സ്മോൾ ബിറ്റിലേക്ക് കോഡ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്തെടുക്കുക. ഇൻപുട്ട് സിഗ്നൽ. ഇത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരറ്റർ യൂസ് ചെയ്യുക. ഈ കമ്പാരറ്ററിന്റെ ഒക്കെ പ്ലസ് ടെർമിനൽ ഉണ്ടോ, എല്ലാ കമ്പാരറ്റേഴ്സിന്റെയും പ്ലസ് ടെർമിനലിന് നമ്മൾ ഷോർട്ട് ചെയ്തിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു ഇൻപുട്ട് സിഗ്നൽ നമ്മുടെ ഇൻപുട്ട് സിഗ്നലിലേക്ക് കണക്ട് ചെയ്യാം. ദെൻ പിന്നെ നമ്മളൊരു റെഫറൻസ് വോൾട്ടേജ് ഉപയോഗിക്കുക. അതിനെ നമ്മളിങ്ങനെ ഡിവൈഡർ നെറ്റ്വർക്ക് വെച്ചിട്ട് ഈക്വലി ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു പോയിന്റിൽ വെച്ചിട്ട് എല്ലാത്തിൻ്റെയും ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. അപ്പോൾ വോൾട്ടേജ് വേരിയേഷൻ വരും അല്ലേ. നമ്മളിവിടെ സപ്പോസ് ഇവിടെ 8 രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യും. നമുക്കിവിടെ 3 bit ആണ് ഔട്ട്പുട്ട് വരേണ്ടത്. അപ്പം നമുക്കറിയാം 3 bit ആണെങ്കിൽ എൻകോഡറിന് എത്ര ഇൻപുട്ട് കൊടുക്കണം, 8 കൊടുക്കണം. 2⁻3 8 അല്ലേ. സോ 8 ഇൻപുട്ട് കൊടുത്താലാണ് നമുക്ക് 3 ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ 8 ഇൻപുട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 8 കമ്പാരറ്റേഴ്സ് യൂസ് ചെയ്യണം. ഉണ്ടോ, 8 കമ്പാരറ്റേഴ്സ് യൂസ് ചെയ്തു. 8 കമ്പാരറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 8 റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യണം. ഉണ്ടോ. അപ്പോൾ VR സപ്പോസ് നമ്മൾ ഇവിടെ 8 വോൾട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ഇവിടെ 7 കിട്ടും, ഇവിടെ 6, 5, 4, 3, 2, 1, 0. കണ്ടോ, ഇങ്ങനെ ആ ഡിവൈഡർ നെറ്റ്വർക്കിന്റെ ഫോർമുല വെച്ചിട്ട് അതിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് വരും. ഇനി ഇതിന്റെ വർക്കിംഗ് നോക്കാം. സപ്പോസ് നമ്മൾ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് സപ്പോസ് ഒരു 6 വോൾട്ട് ആണെന്ന് വിചാരിക്കും. നമ്മളിവിടെ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്തു. ആ 6 വോൾട്ട് ആയിരിക്കും എല്ലാ കമ്പാരറ്ററിന്റെയും പ്ലസ് ടെർമിനലിലേക്ക് വരിക ആണല്ലോ. നമ്മളിവിടെ ഒരു 8 വോൾട്ട് കൊടുത്തു. 8 വോൾട്ട് കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, അതിങ്ങനെ ഡിവിഷൻ വെച്ചിട്ട് ഇവിടെ 7 ഇവിടെ 6 അങ്ങനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഇവിടെ 0 വരെ കിട്ടും. അപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് 6 ആണ് അല്ലേ. അപ്പൊ ആ 6 വോൾട്ട് ആണ് ഇതിന്റെ പ്ലസ് ടെർമിനൽ, എല്ലാത്തിന്റെയും പ്ലസ് ടെർമിനൽ 6 ആണ്. അതിന് എല്ലാ കമ്പാരറ്റേഴ്സും അതിന്റെ പ്ലസ് വോൾട്ടേജും നെഗറ്റീവ് വോൾട്ടേജും കമ്പയർ ചെയ്യും. അപ്പൊ ഇവിടെയാണെങ്കിൽ എന്താണ് 0 വോൾട്ട് ആണ്. അപ്പോൾ എന്താണ് നമ്മൾ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് കണ്ടോ, കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് 6 അല്ലേ വരുന്നത്. അപ്പം വെച്ചാല് പ്ലസ് ടെർമിനലിലെ വോൾട്ടേജ് ഹൈ ആണെങ്കിൽ ഒരു 1 ജനറേറ്റ് ചെയ്യും. ഇനി അതല്ല നമ്മൾ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് ലെസ് ആണെങ്കിൽ ഒരു 0 ജനറേറ്റ് ചെയ്യും. അപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് വോൾട്ടേജിനനുസരിച്ചിട്ട് ഇതിന്റെ ഔട്ട്പുട്ട് ഒന്നുകിൽ 1 അല്ലെ 0 ആയിട്ട് മാറും. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് ഹയർ ആണെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് 1 ആയിട്ട് മാറും. ഇനി അതല്ല കൊടുത്തിരിക്കുന്ന 0 ആണ് ലെസ് ആണെങ്കിൽ 0 ആയിട്ട് മാറും. അപ്പൊ ഇവിടെ കുറെ 1ഉം 0സും ആണ് ഇവിടെ ഇങ്ങനെ വരിക ആണല്ലോ. ഇവിടെ ഇങ്ങനെ കുറെ 1ഉം 0സും വരും. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ ഇപ്പൊ 7 വോൾട്ട് ഉണ്ട്, നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇവിടെ 6 വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്ലസ് ടെർമിനലിലെ വോൾട്ടേജ് ലെസ് ആണ്, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോ കമ്പാരറ്ററും കമ്പയർ ചെയ്ത് നോക്കും. ഈ 6നെ വെച്ചിട്ട് ഓരോന്നിന്റെയും നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ കമ്പയർ ചെയ്തിട്ട് അങ്ങനെ അവിടെ 1 അല്ലെ 0s ഇങ്ങനെ ജനറേറ്റ് ചെയ്യും. പ്രയോറിറ്റി എൻകോഡറിന്റെ ഡ്യൂട്ടി എന്താണ്? പ്രയോറിറ്റി എൻകോഡർ സാധാരണ എൻകോഡർ എന്തായിരുന്നു, സപ്പോസ് D5 ആണ് 1 ഉണ്ടെങ്കിൽ 101 എന്ന് പറയുന്ന പാറ്റേണിനെ ജനറേറ്റ് ചെയ്യും. ഇനി പ്രയോറിറ്റി എൻകോഡർ എന്ന് വെച്ചാൽ D5ഉം D6ഉം 1 ആവുകയാണെങ്കിൽ 6നെ മാത്രം സെലക്ട് ചെയ്യും. അപ്പൊ ഇവിടെ സപ്പോസ് ഇവിടെ 2 1ഉം ബാക്കിയൊക്കെ 0s ആണെങ്കിൽ ഈ 2 1ൽ ഈ ഏറ്റവും ഹയസ്റ്റ് 1നെ സെലക്ട് ചെയ്യും. അങ്ങനെ ഹയസ്റ്റ് നമ്പറിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രയോറിറ്റി എൻകോഡർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഇങ്ങനെ വന്നിട്ട് ഏതിലാണോ ഇതിൽ ഹയർ ലെവലിൽ 1 വരുന്നത് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് ഇവിടെ ജനറേറ്റ് ചെയ്യും. മനസ്സിലായില്ലേ? സപ്പോസ് 1 2 3 4 5 6 7 അല്ലേ. അപ്പൊ ഇതിന്റെ പ്രയോറിറ്റി എൻകോഡേഴ്സ് അതിന്റെ കറസ്പോണ്ടിങ് ഏത് ബിറ്റ് ആണോ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ്
ഏത് ലെവലിലാണോ ഹൈ വരുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് ഇവിടെ ജനറേറ്റ് ചെയ്യും. അപ്പോൾ ദിസ് ഈസ് ദ വർക്കിംഗ് ഓഫ് ഫ്ലാഷ് ടൈപ്പ് ADC. അപ്പോൾ അതിന്റെ വർക്കിംഗ് ഇവിടെ കൊടുത്തിട്ടിരിക്കുന്നുണ്ട്. വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്കിൽ 8 ഈക്വൽ റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെയോ ഇതിൽ വെച്ചാൽ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. സപ്പോസ് എന്താണ് 3 ബിറ്റ് ആണ് ഔട്ട്പുട്ട് എങ്കിൽ 2n ആണ് ഔട്ട്പുട്ട് എങ്കിൽ 2n-1 ആണ് ഇവിടെ യൂസ് ചെയ്യുന്ന കമ്പാരറ്റേഴ്സ്. ഞാൻ 3ക്ക് 8 എന്ന് പറഞ്ഞു പോയി. 3ക്ക് 7 ആണ് ഇവിടെ കമ്പാരറ്റേഴ്സ് വരിക. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ, 1 2 3 4 5 6 7 അല്ലെ. അപ്പൊ 3 വരേണ്ട ഇടത്തിൽ 2n-1 കമ്പാരറ്റേഴ്സ് ആണ് ആവശ്യം. അതുകൊണ്ട് ഇവിടെ 8 ലൈൻസ് അല്ല, സോറി 7 ലൈൻസ് ആണ് ഇവിടെ ഇൻപുട്ട് ആയിട്ട് വരുന്നത്. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഇവിടെ ജനറേറ്റ് ആവും. അപ്പൊ കണ്ടോ, 3 ബിറ്റ് ADCന്റെ കാര്യമാണ് പറയുന്നത്. വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്കിൽ ഈ 8 ഈക്വൽ റെസിസ്റ്റൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ എന്ന് പറയുന്നത് അതിനനുസരിച്ച് വേരി ചെയ്യും, ഡിവൈഡർ നെറ്റ്വർക്കിനനുസരിച്ച്. പിന്നെ എക്സ്റ്റേണൽ ഇൻപുട്ട് ഇവിടെ നമ്മൾ കൊടുക്കുക. എന്നിട്ടോ comparators compare the external input voltage with the voltage drops present at the respective other input terminal. This means a comparison operation take place by each comparator parallel. Parallel ആയിട്ട് എല്ലാ കമ്പാരറ്ററും ഈക്വൽ ആയിട്ട് പാരലൽ ആയിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ കമ്പാരറ്റർ ഔട്ട്പുട്ട് എപ്പോഴാണ് 1 ആവുക? VI greater than voltage drop present at the respective input terminal. കമ്പാരറ്റർ ഔട്ട്പുട്ട് 0 എപ്പോഴും നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ലെസ് ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആവും. എന്നിട്ട് all the outputs of the comparator connected to priority encoderലേക്ക് കണക്ട് ചെയ്യും. അതിൽ ഹയസ്റ്റ് പ്രയോറിറ്റി 1 എവിടെയാണോ വരുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് ജനറേറ്റ് ചെയ്യും. ഇപ്പൊ 3 ബിറ്റ് ഔട്ട്പുട്ട് വരണമെന്നുണ്ടെങ്കിൽ 7 ഇൻപുട്ട് ആണ് അവിടെ വരുന്നത്. ഇപ്പോൾ ഫ്ലാഷ് ടൈപ്പ് ADC is used in application where the conversion speed of analog input into digital data should be very high. വെരി ഹൈ കൺവേർഷൻ സ്പീഡ് ആവശ്യമുള്ള കേസിലാണ് നമ്മൾ ഫ്ലാഷ് ടൈപ്പ് ADCs യൂസ് ചെയ്യുന്നത്. So these are about our ADCs and നമ്മുടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന്റെ ക്ലാസ് ഇവിടെ ഫിനിഷ് ആയി. So thank you. Okay.